അപ്പം ഞങ്ങൾക്കൊരു അഭിപ്രായം അറിയാൻ വേണ്ടി ഇറങ്ങിയതാണ്. പ്രിയങ്ക ഗാന്ധി വരുന്നു, ആൾക്കാരൊക്കെ അണിനിരക്കുന്നു. പ്രതീക്ഷിക്കുന്ന അത്രയ്ക്ക് ആൾക്കാരുണ്ടോ? അതിൽ കൂടുതലുണ്ട്. ജനസാഗരത്തെയാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും ഇത് വോട്ടുകളായി മാറാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുന്ന എല്ലാം ഇവിടെ വരുന്ന എല്ലാം വോട്ടർമാരാണ്, കുടുംബക്കാർ വോട്ടാ, ഫാമിലി മൊത്തം വോട്ട് ചെയ്യും. ഇവിടെ വരുന്ന ആൾക്കാർ വോട്ടാണ്, എല്ലാം വോട്ടാണ്, ഒരു മാറ്റമില്ല. തരൂർ ജയിക്കും. കടലോര മേഖലയിൽ വേണ്ടത്ര സ്വാധീനം ചെലുത്തിയില്ല എന്നൊരു ആക്ഷേപമുണ്ട് നമ്മുടെ റോഡ് ഷോയുടെ ക്രമീകരണങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അവർക്കറിയാം എന്ത് ചെയ്യണം, നല്ല ആരാണ്, കെട്ടതാരാണ് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് ജനം പെട്രോളിന് വില കുറച്ചതുകൊണ്ട് ജനങ്ങൾക്കറിയാം വാഗ്ദാനങ്ങളിൽ കഴമ്പുണ്ട് എന്ന് അറിയാം. അതുകൊണ്ട് ഇനിയും കൊടുക്കും. ജനങ്ങളെ കടലോര മേഖലയിൽ ഇനിയും കൊടുക്കുമെന്ന് പറയണതും അവർക്കറിയാം. എന്താ കൊടുക്കുന്ന കാര്യം അവർക്കറിയാം. അവരാരും വോട്ട് ചെയ്യുന്നുള്ളത് അവർക്കറിയാം. തരൂർ തുടരും. വൻ ഭൂരിപക്ഷത്തോടെ ഈ മണ്ഡലത്തിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരിക്കും. കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും ഭൂരിപക്ഷം മാക്സിമം ഭൂരിപക്ഷം കിട്ടും. ഉറപ്പ്, യാതൊരു മാറ്റവുമില്ല. ഉറപ്പാണ്. കടലോര മേഖലയിലെ ഉറപ്പാണ്. ആർക്ക് പൂജ കിട്ടും? BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനുമല്ലോ. ഈ റോഡിന്റെ വലതുപക്ഷത്ത് നിൽക്കുന്ന നമ്മുടെ നേതാക്കന്മാരും സഹപ്രവർത്തകരും കേന്ദ്രം ഞങ്ങളുടെ കോൺഗ്രസ് ഭരിച്ചാൽ മതി. BJP ഇനിയും ഭരണം നടത്തണ്ട. ലോകം മുഴുവൻ ഭരിക്കണം. ആരെയാ സപ്പോർട്ട് ചെയ്യുന്നേ? കേട്ടില്ല. ശശി തരൂർ. ഈ തീരപ്രദേശത്തുകൂടി നാലാമത് വിജയം ഉറപ്പുവരുത്തിക്കൊണ്ട് ഇന്ത്യയിലെ പ്രിയപ്പെട്ട പ്രിയങ്കാജി കടന്നു വരുന്നു. അനന്തപത്മനാഭന്റെ മണ്ണിൽ
ആനന്ദിച്ചു കൊണ്ടുവരുന്നു നമ്മുടെ സ്വന്തം സഹോദരിയെ അതിന് മാറി കൊടുക്കണം.